പിണറായി കാരണം കക്കൂസിൽ പോകാനാവാതെ പോലീസ്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ നേരത്തെ മുഖ്യമന്ത്രിയായ സമയത്ത് അദ്ദേഹത്തിന്റെ കണ്ണൂരിലെ വീട്ടിൽ സുരക്ഷയ്ക്കായി ഒരു പോലീസ് ജീപ്പ് കൊണ്ടുവന്നു. ആ പോലീസ് ജീപ്പിലെ ഉദ്യോഗസ്ഥർ ഇപ്പോൾ നരകയാതന അനുഭവിക്കുകയാണ്. 10 വർഷമായി അവർ ആ വീടിന് മുന്നിൽ കാത്തു കെട്ടിക്കിടക്കുന്നു. എന്താണ് ഇവിടുത്തെ പ്രശ്നമെന്ന് നമുക്ക് പരിശോധിക്കാം. KL 01 BR 9569 എന്ന് പറയുന്ന പോലീസ് ജീപ്പാണ്. അതിലെ ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ നരകയാതന അനുഭവിക്കുന്നത്. കഴിഞ്ഞ 10 വർഷമായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അതേ നരകയാതന സർക്കാർ മാറിയിട്ടും കണ്ണൂരിലെ പിണറായിയുടെ വീട്ടിൽ ഈ പോലീസുകാർ അനുഭവിക്കുന്നു. ആരൊക്കെയാണ് ഈ പോലീസുകാർ? കണ്ണൂർ AR ക്യാമ്പിലെ 2 SIമാർ, 6 സിവിൽ പോലീസുകാർ. എന്താണ് ഇവരുടെ പ്രശ്നം? പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി സ്ഥാനമേൽക്കുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ വീട്ടിൽ സുരക്ഷ ഒരുക്കുക എന്നുള്ളത് പോലീസിന്റെ കടമയാണ്. ഈ ഒരു നിയമം പിണറായി വിജയന് മാത്രമല്ല ബാധകം, എല്ലാ മുഖ്യമന്ത്രിമാർക്കും ബാധകമാണ്. ആ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ മാത്രമല്ല, ഔദ്യോഗിക വസതിയിൽ മാത്രമല്ല, മുഖ്യമന്ത്രി എവിടെ പോയാലും സുരക്ഷ ഒരുക്കുക എന്നുള്ളത് നമ്മുടെ പോലീസിന്റെ ഉത്തരവാദിത്തമാണ്. അങ്ങനെയുള്ള ഒരു ഉത്തരവാദിത്തം നിറവേറ്റിയതാണ് കണ്ണൂർ AR ക്യാമ്പിലെ പോലീസുകാർക്ക് ഇപ്പോൾ വലിയൊരു നരകയാതനയായി മാറിയത്. കണ്ണൂരിലെ പിണറായിയുടെ പ്രവേക് എന്ന് പറയുന്ന വീടിന്റെ വാതിക്കലാണ് ഇത്രയും പോലീസുകാർ വർഷങ്ങളായി നരകയാതന അനുഭവിക്കുന്നത്. ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. അവിടെ പിണറായി വിജയൻ ആദ്യം മുഖ്യമന്ത്രിയായപ്പോൾ ഒരു ജീപ്പ് കൊണ്ടുവന്നിട്ടു. അവിടെ പോലീസുകാർ കാവൽ നിന്നു. ആ ജീപ്പ് പക്ഷേ പരിശോധിച്ചപ്പോൾ അതിൽ ഇരിക്കുന്നു ഒരു പാമ്പ്. അതോടുകൂടി പോലീസുകാർ ആ ജീപ്പ് മാറ്റി. കാരണം പാമ്പിരിക്കുന്ന ജീപ്പ്, അതുകൊണ്ട് അത് ഉപയോഗിക്കാൻ പോലീസുകാർക്ക് പേടി. അങ്ങനെ ആ ജീപ്പ് മാറ്റി പകരം രണ്ടാമത് കൊണ്ടുവന്ന ജീപ്പാണ് KL 01 BR 9569 എന്ന് നമ്പറുള്ള ഈ ഒരു പോലീസ് ജീപ്പ്. ഈ പോലീസ് ജീപ്പ് സ്റ്റാർട്ട് ആക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് അവിടെ കഴിഞ്ഞ 5-6 വർഷമായി അവിടെ തന്നെ കിടന്ന് തുരുമ്പിക്കുകയാണ്. ആ വണ്ടി ഓടിയിട്ടില്ല. സ്റ്റേഷനിൽ നിന്നും പിണറായി വിജയന്റെ വീട്ടിലേക്ക് വരെ മാത്രമേ ആ വണ്ടി ഓടിയിട്ടു. അതിനുശേഷം സ്റ്റാർട്ടാക്കുകയോ അത് എവിടേക്കെങ്കിലും കൊണ്ടുപോവുകയോ ചെയ്തിട്ടില്ല. കാരണം അതിൻ്റെ ആവശ്യമില്ല. മുഖ്യമന്ത്രിയുടെ സുരക്ഷ ഒരുക്കേണ്ട അവിടെ ആ ജീപ്പ് കിടക്കേണ്ടത്, അല്ലെങ്കിൽ അവിടെ ഇടേണ്ടത് പോലീസിന്റെ ഉത്തരവാദിത്തമാണ്, കടമയാണ്, ഡ്യൂട്ടിയാണ്. അതുകൊണ്ട് ആ രണ്ടാമത് കൊണ്ടുവന്ന ജീപ്പ് അവിടെ ഇപ്പോഴും കിടക്കുകയാണ്. മാത്രമല്ല, ആ ജീപ്പിൽ ഈ പറയുന്ന AR ക്യാമ്പിലെ, കണ്ണൂർ AR ക്യാമ്പിലെ 2 SIമാരും 6 സിവിൽ പോലീസുകാരും ഡ്യൂട്ടിയിലാണ് ഇപ്പോഴും. ഇനിയാണ് അവരുടെ പ്രശ്നങ്ങളിലേക്ക് നമ്മൾ വരുന്നത്, അവരുടെ മനുഷ്യാവകാശങ്ങളിലേക്ക് നമ്മൾ വരുന്നത്. പോലീസുകാർ ആണെന്ന് കരുതി എന്തും അങ്ങ് സഹിച്ചു കളയാം എന്ന് കരുതേണ്ടതില്ല. നമ്മളെപ്പോലെ തന്നെയുള്ള മനുഷ്യർ തന്നെയാണ്. അവർ യൂണിഫോമിൽ നിൽക്കുന്നത് കൊണ്ട് അവർക്ക് യാതനകൾ ഇല്ല എന്നല്ല, അവർ നരകയാതന അനുഭവിക്കുന്നു. ഒരുപക്ഷെ നമ്മളെക്കാൾ. ഈ പറയുന്ന കണ്ണൂർ AR ക്യാമ്പിലെ 2 SIമാരും 6 സിവിൽ പോലീസുകാരും എങ്ങനെയാണ് അവരുടെ പ്രാഥമിക കർമ്മങ്ങൾ നിറവേറ്റുന്നതെന്ന് അറിയാമോ? തൊട്ടടുത്തുള്ള വീടുകളിൽ പോയിട്ടാണ്. അവർക്ക് കക്കൂസിൽ പോകണമെങ്കിൽ അവിടെ പോയിട്ടാണ് ആ കാര്യം നടത്തുന്നത്. അവർക്ക് മൂത്രമൊഴിക്കണമെങ്കിൽ ആ വീടുകളിൽ പോയിട്ടാണ് മൂത്രമൊഴിക്കുന്നത്. അടുത്തെങ്ങും തന്നെ ഒരു സംവിധാനവുമില്ല. കാരണം ആ ജീപ്പ് രാവിലെ മുതൽ അങ്ങനെ തുടർച്ചയായിട്ട് കിടക്കുകയാണ്. അതുകൊണ്ട് ഈ ഡ്യൂട്ടി ഉള്ളവർ രാവിലെ എത്തുന്നു, പിന്നീട് ഡ്യൂട്ടി മാറി വരുന്നു. അങ്ങനെ ആര് മാറി വന്നാലും അവർക്ക് പ്രാഥമിക കർത്തവ്യങ്ങൾ, അവരുടെ പ്രാഥമികമായിട്ടുള്ള ആവശ്യങ്ങൾ, കക്കൂസിൽ പോകുക, മൂത്രമൊഴിക്കുക, ബാത്റൂമിൽ പോകുക തുടങ്ങിയിട്ടുള്ള പ്രാഥമിക ആവശ്യങ്ങൾക്ക് അവിടെ യാതൊരു സൗകര്യവുമില്ല. ജീപ്പ് മാത്രമേ ഉള്ളൂ. കാരണം അടുത്തെങ്ങും തന്നെ ഒരു സൗകര്യവും ഏർപ്പെടുത്തിയിട്ടില്ല. മുഖ്യമന്ത്രി ആയിട്ടുള്ള അന്നത്തെ പിണറായി വിജയന്റെ വീട്ടിലൊരു പക്ഷേ അവർക്ക് പ്രാഥമിക സൗകര്യത്തിനുള്ള ഏർപ്പാടുകൾ ചെയ്തിരിക്കണം. പക്ഷേ അദ്ദേഹം മുഖ്യമന്ത്രി അല്ലാതായി പ്രതിപക്ഷ നേതാവായപ്പോഴേക്കും ഒരുപക്ഷെ ആ വഴി അടഞ്ഞിരിക്കുന്നു. ഇപ്പോൾ അവർക്ക് അടുത്തുള്ള വീടുകൾ മാത്രമാണ് ആശ്രയം. ഇനി രണ്ടാമത്തെ ഒരു ആശ്രയം കൂടിയുണ്ട് ഇത്രയും പോലീസുകാർക്ക്. 100 മീറ്റർ അകലെയുള്ള ഒരു ത്രിവേണി സ്റ്റോറുണ്ട്. അവിടെയാണ് ഇവർ പോയി പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കുന്നത്. അതായത് ഒന്ന് മൂത്രമൊഴിക്കണമെങ്കിൽ വീടുകളിൽ കയറി പോകണം. വീട്ടുകാർ എത്ര നാൾ ഇതിങ്ങനെ സഹിക്കും? അവർക്ക് മറ്റു മാർഗങ്ങളൊന്നുമില്ല. കാരണം പോലീസുകാരല്ല, അവരുടെ ഔദാര്യം കാരണം ആ പോലീസുകാരെ അവർ സന്തോഷത്തോടു കൂടി വീട്ടിലേക്ക് വരുന്നു. പക്ഷേ അതിലൊരു ഔചിത്യമുണ്ട്. അത് ആ പോലീസുകാർ തിരിച്ചറിയുന്നു. എത്ര നാളിങ്ങനെ ഈ പറയുന്ന അയൽ വീട്ടിൽ കയറിയിറങ്ങി മൂത്രമൊഴിക്കണം? എത്ര നാൾ ഈ ഇവരുടെ വീട്ടുകാരുടെ കക്കൂസ് ഉപയോഗിക്കണം? കാരണം അവർ
ഒരു വീട്ടുകാർക്ക് അവരുടേതായ സ്വകാര്യതയുണ്ട്. ആ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റം എന്ന നിലയിൽ പോലീസുകാർക്ക് ഔചിത്യമുണ്ട്. അതുകൊണ്ട് പലപ്പോഴും അവർ ഈ വീട്ടുകാരെ ഒഴിവാക്കി 100 മീറ്റർ അകലെയുള്ള ഈ ത്രിവേണി സ്റ്റോറിൽ പോയിട്ട് അവിടുത്തെ ബാത്റൂം സൗകര്യങ്ങളാണ് ഇത്രയും പേർ, ഈ പറയുന്ന 8 പേർ, 2 SI-മാരും 6 സിവിൽ പോലീസുകാരും ഉൾപ്പെടെ നിർവഹിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയല്ല, ഇപ്പോൾ പ്രതിപക്ഷ നേതാവാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ഈ ജീപ്പ് അവിടുന്ന് മാറ്റാത്തത് എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരമായി പറയേണ്ടത് സ്റ്റേറ്റ് സെക്യൂരിറ്റി കമ്മീഷന്റെ ഒരു പുനഃപരിശോധനയുണ്ട്. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ പിണറായി വിജയന് നിലവിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഭീഷണിയുണ്ടോ, ഉണ്ടെങ്കിൽ എന്താണ് തുടങ്ങിയിട്ടുള്ള എല്ലാ വിശദാംശങ്ങളും സ്റ്റേറ്റ് സെക്യൂരിറ്റി കമ്മീഷൻ പരിശോധിച്ചിട്ട് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല എങ്കിൽ ഈ ജീപ്പും ഇത്രയും പോലീസുകാരെയും അവിടെ നിന്ന് മാറ്റും. പ്രശ്നമുണ്ട് എന്ന് റിപ്പോർട്ട് സമർപ്പിച്ചാൽ വീണ്ടും പോലീസുകാർക്ക് ഇതേ അധോഗതി തന്നെയാണ്. ഈ 8 പോലീസുകാരും അവിടെ കിടന്ന് നരകയാതന അനുഭവിക്കുന്നു. പ്രാഥമിക കൃത്യങ്ങൾ പോലും നിർവഹിക്കാനാവാതെ ഈ പോലീസുകാർ പിണറായി വിജയന്റെ വീടിന് മുന്നിൽ കിടന്ന് നട്ടം തിരിയുകയാണ്. ഇനി എന്നാണ് ഈ സ്റ്റേറ്റ് സെക്യൂരിറ്റി കമ്മീഷന്റെ പുനഃപരിശോധന റിപ്പോർട്ട് വരുന്നത് എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. കാരണം അത് എത്ര കാലം വേണമെങ്കിലും എടുക്കാം, ഒരുപക്ഷെ മാസങ്ങളോടെടുക്കാം. ചിലപ്പോൾ വളരെ വിശദമായി അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ്. പിണറായി വിജയൻ വെറും ഒരു പ്രതിപക്ഷ നേതാവോ മുഖ്യമന്ത്രിയോ ആയിരുന്ന ആളല്ല. അദ്ദേഹം ദീർഘനാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമുന്നതനായിട്ടുള്ള നേതാവായിട്ടുള്ള ആളാണ്. അതുകൊണ്ട് രാഷ്ട്രീയമായി എന്തെങ്കിലും അദ്ദേഹത്തിന് ഭീഷണിയുണ്ടോ തുടങ്ങിയിട്ടുള്ള സകല കാര്യങ്ങളും A to Z കാര്യങ്ങളും സ്റ്റേറ്റ് സെക്യൂരിറ്റി കമ്മീഷൻ പരിശോധിക്കും. അങ്ങനെ എന്തെങ്കിലും ഒരു ഭീഷണി ഉണ്ട് എങ്കിൽ ഈ പറയുന്ന നിർഭാഗ്യവാന്മാർ എന്ന് മാത്രമേ നമുക്ക് ആ പോലീസുകാരെ കുറിച്ച് പറയാനുള്ളൂ. അങ്ങനെ ആ നിർഭാഗ്യവാന്മാരായ പോലീസുകാരും ഈ അനങ്ങാത്ത ജീപ്പുമായി പിണറായി വിജയന്റെ വീട്ടിൽ വീണ്ടും കെട്ടിക്കിടക്കേണ്ടി വരും, വീടിന് മുന്നിൽ വീണ്ടും കെട്ടിക്കിടക്കേണ്ടി വരുമെന്ന ദുരവസ്ഥ ആണ് നമുക്ക് വീണ്ടും കാണേണ്ടി വരുന്നത്. എന്ത് തന്നെയായാലും ഇതൊരു മനുഷ്യാവകാശ ലംഘനമല്ലേ? അവർക്ക് പ്രാഥമികമായ കൃത്യങ്ങൾ നിർവഹിക്കുക എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യമാണ്. അത്തരമൊരു അടിസ്ഥാന ആവശ്യം പോലും നിറവേറ്റാൻ സൗകര്യമില്ലാതെ ഒരു ഓടാൻ കഴിയാത്ത ഒരു ജീപ്പും തുരുമ്പെടുത്ത് നശിച്ച ഒരു ജീപ്പുമായി ഈ പോലീസുകാർ കേരളത്തിന്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് എന്താണ് ഉത്തരം നൽകുക? എന്താണ് ഈ പോലീസുകാരോട് നമുക്ക് പറയാൻ കഴിയുക? എന്താണ് ആ പോലീസുകാർക്ക് ചെയ്യാൻ കഴിയുക? കാരണം ഒന്നും ചെയ്യാനില്ല. നിയമമാണ് അവിടുത്തെ വഴി. സ്റ്റേറ്റ് സെക്യൂരിറ്റി കമ്മീഷന്റെ റിപ്പോർട്ട് മാത്രമാണ് ഈ പോലീസുകാരുടെ പ്രതീക്ഷ. ആ പോലീസുകാരെ അവിടെ നിന്ന് ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ അടുത്ത ബാധ്യത വരും. ഈ ജീപ്പ് എങ്ങനെ കൊണ്ടുപോകും? ഈ ജീപ്പ് എങ്ങനെ എടുത്ത് പഴയ സ്ഥാനത്തേക്ക് കൊണ്ടുപോകും? ആക്രിക്ക് കൊടുക്കാൻ പറ്റുന്ന തരത്തിലാണ് ഇപ്പോഴത്തെ ആ ജീപ്പിന്റെ അവസ്ഥ. അതുകൊണ്ട് ആ ജീപ്പ് ക്രെയിൻ ഉപയോഗിച്ച് പൊക്കിയെടുത്ത് വേണം കൊണ്ടുപോകാൻ, മറ്റൊരു വണ്ടി കയറ്റി വേണം കൊണ്ടുപോകാൻ. അത്തരത്തിൽ തുരുമ്പിച്ച് കിടക്കുകയാണ് ആ ജീപ്പ്. അതുകൊണ്ട് ഈ ജീപ്പും ഈ പറയുന്ന 8 പോലീസുകാരും ആർക്കും വേണ്ടാതെ പിണറായി വിജയന്റെ മുന്നിൽ കിടക്കുന്ന കാഴ്ച നമ്മൾ കാണുമ്പോൾ നമ്മുടെ നെഞ്ചു പൊട്ടേണ്ടതല്ലേ? ആ പോലീസുകാർ മനുഷ്യരല്ലേ? അവർക്ക് പ്രാഥമിക കൃത്യം നിർവഹിക്കേണ്ടതല്ലേ? പിണറായി വിജയന്റെ സുരക്ഷയെ സംബന്ധിച്ച് അടിയന്തരമായി സ്റ്റേറ്റ് സെക്യൂരിറ്റി കൗൺസിൽ ഒരു നിലപാടെടുത്തുകൊണ്ട് ഒരു റിപ്പോർട്ട് നൽകിക്കൊണ്ട് ഈ പാവപ്പെട്ട പോലീസുകാരെ അവിടെ നിന്ന് ഡ്യൂട്ടിയിൽ നിന്ന് ഒഴിവാക്കുക. അല്ലെങ്കിൽ അവർക്ക് മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടുകൊണ്ട് അവർക്ക് പ്രാഥമിക സൗകര്യത്തിനുള്ള അവിടെ നടപടികൾ, അവിടെ സൗകര്യമൊരുക്കി കൊടുക്കുക. ഇങ്ങനെ നിരവധി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പുതിയ സർക്കാർ അധികാരത്തിലെത്തിയിരിക്കുന്നു. പുതിയ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അധികാരത്തിലെത്തിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ അടിയന്തര പരിഗണനയിൽപ്പെടേണ്ട ഒരു വിഷയമാണ് പിണറായി വിജയന്റെ വീടിന് മുന്നിൽ കിടക്കുന്ന ഈ പാവപ്പെട്ട 8 പോലീസുകാരും ഈ തുരുമ്പെടുത്ത വണ്ടിയും. അതുകൊണ്ട് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അടിയന്തരമായി ഈ പ്രശ്നത്തിൽ ഇടപെട്ടുകൊണ്ട് ഈ നടപടിയെടുത്തുകൊണ്ട് ഈ പറയുന്ന പാവപ്പെട്ട പോലീസുകാരെ എന്ത് ചെയ്യണമെന്ന് രണ്ടിലൊന്ന് തീരുമാനിക്കൂ. ഒന്നുകിൽ അവർക്ക് അവിടുത്തെ പ്രാഥമിക സൗകര്യങ്ങൾ, അവർക്ക് പ്രാഥമിക കൃത്യങ്ങൾ ചെയ്യാനുള്ള സൗകര്യങ്ങൾ അവിടെ ഏർപ്പെടുത്തി കൊടുക്കൂ, അല്ലെങ്കിൽ അവരെ പിൻവലിക്കൂ. എന്തു തന്നെയായാലും സ്റ്റേറ്റ് സെക്യൂരിറ്റി കമ്മീഷന്റെ റിപ്പോർട്ട് അടിയന്തരമായി തന്നെ ആഭ്യന്തര വകുപ്പ് ചോദിച്ചു വാങ്ങുകയും ഈ പോലീസുകാരെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്യേണ്ടത് ആഭ്യന്തര വകുപ്പിന് മുന്നിലുള്ള അടിയന്തര കടമയാണ്. അതുകൊണ്ട് ആഭ്യന്തരമന്ത്രി ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട്, ഇതൊരു മനുഷ്യാവകാശ പ്രശ്നമാണ്. പോലീസുകാർ എന്ന് പറഞ്ഞാൽ കാക്കിയിട്ട് കഴിഞ്ഞാൽ അവർ അതിമാനുഷ്യരാകുന്നില്ല, അവർ സാധാരണക്കാരാണ്. അതുകൊണ്ട് മനുഷ്യാവകാശ കമ്മീഷൻ അടക്കം ആഭ്യന്തരമന്ത്രി അടക്കം ഇക്കാര്യത്തിൽ അടിയന്തരമായി ഇടപെടേണ്ടിയിരിക്കുന്നു. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.